ചന്ദ്രമതിയുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ മുത്തശ്ശി രേവതി ഗർഭിണിയായതിനു ശേഷം അവളുടെ വീട്ടിൽ തന്നെ നിൽക്കാണ്ടോ, ചന്ദ്രവതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മാസങ്ങളൊക്കെ ചന്ദ്രയ്ക്ക് ഒരു ജോലിക്കാരെയൊക്കെ സെറ്റാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പിന്നീടും ചന്ദ്രയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ലെന്നുള്ള കാര്യം മുത്തശ്ശി മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും രേവതിയോട് ഓരോ ക്രൂരതകൾ കാണിക്കുകയും ഓരോ പ്രശ്നം ഉണ്ടാക്കിയേക്കും ചന്ദ്ര ചെയ്യുന്നത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് മുത്തശ്ശി തന്നെ അവിടെ വന്ന് നിൽക്കാം കേട്ടോ. നമ്മുടെ അച്ഛമ്മയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രയ്ക്ക് ആകെപ്പാടെ മനസ്സമാധാനം പോയ അവസ്ഥയിലാണ്. ഉണ്ടായിരുന്ന ജോലിക്കാരെയും കൂടി അച്ഛമ്മ പറഞ്ഞിടുന്നുണ്ട്. അങ്ങനെ നിനക്ക് ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല, ഇത്രയും കാലം ഞാൻ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്, എന്നിട്ട് പോലും നിനക്കൊരു മാറ്റമില്ലല്ലോ. നീ എന്നിട്ടും ആ രേവതി കുഞ്ഞിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷയാണിതെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, അമ്മേ ഇവിടുത്തെ ജോലിയൊക്കെ എടുത്തെടുത്ത് ഞാൻ മടുത്തു. ആ രേവതിയോട് നീ ഇങ്ങനൊന്നല്ലല്ലോ പറഞ്ഞത്, ഇവിടെ വലിയ പണിയൊന്നുമില്ല, എന്ത് പണിയാ ഉള്ളത്, മര്യാദക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറഞ്ഞ് ഉപദ്രവിച്ചതല്ലേ അനുഭവിക്കുമെന്ന് അച്ഛമ്മ പറയാണ്. ചന്ദ്രയ്ക്ക് വേറൊരു നിവൃത്തിയില്ലാതെ ചന്ദ്ര ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കാണ്. അങ്ങനെ സന്തോഷപരമായിട്ടായിരുന്നു നമ്മുടെ രേവതിയുടെ ഗർഭകാലം. ആ സമയം അത്രത്തോളം നമ്മുടെ സച്ചിയും രവിയും അവളുടെ വീട്ടുകാരും പിന്നെ കൂടാതെ നമ്മുടെ അച്ഛമ്മയുണ്ടല്ലോ, അച്ഛമ്മയും അവളെ പൊന്നു പോലെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പണിയൊന്നും ചെയ്യിപ്പിക്കാതെ ആവശ്യമുള്ളത് മാത്രം ചെയ്ത് നന്നായി ഭക്ഷണം കഴിപ്പിച്ച് നല്ല മനസ്സമാധാനത്തിലൂടെയാണ് അവളെ മുത്തശ്ശി ആ കാലങ്ങൾ നോക്കിയത്. രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. രേവതി പറയാണ്, എൻ്റെ അമ്മ പോലും എന്നെ ഇതുവരെ ഇങ്ങനെ നോക്കിയിട്ടില്ല, ആ സ്ഥാനത്താണ് എൻ്റെ അച്ഛമ്മ. എനിക്കൊരു അച്ഛമ്മയോ മുത്തശ്ശിയോ ഒന്നുമില്ല, അതിൻ്റെ കേട് തീർക്കാൻ എനിക്ക് ദയവായിട്ട് തന്നാണെന്നൊക്കെ രേവതി പറഞ്ഞ് കേട്ട് പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ രേവതിക്ക് 7-ാം മാസം ആവുന്നുണ്ട്. ഈ സമയത്ത് അച്ഛമ്മ പറയാണ് വളകാപ്പ് നടത്തണമെന്ന് കേട്ടോ. അതായത് ബേബി ഷവർ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് തന്നെ. അങ്ങനെ വളകാപ്പ് നടത്തണമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വേറെ പണിയൊന്നും ഇല്ലേ അമ്മയ്ക്ക്, ഇവക്കൊക്കെ എന്തിനാ വളകാപ്പ് നടത്തുന്ന കാര്യം, കുഞ്ഞെ വരേണ്ട സമയത്ത് ഇങ്ങോട്ട് വന്നോളും, അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ 7 മാസമായിട്ട് ഇവള് കംപ്ലീറ്റ് റെസ്റ്റ് ആണല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ അങ്ങോട്ട് കുറവേ ഉള്ളൂ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, അതിന്റെ ഫുൾ ചെലവും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനായിരിക്കും, അതുകൊണ്ട് നീ തന്നപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നിന്നോട് ആരും കാശ് ചോദിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും വരുന്നില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പം ചന്ദ്ര പറയാണ്, അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ, നീ പറയണ്ട, നീ പറയാറാകുമ്പം ഞാൻ പറയാം, എന്റെ രേവതി മോക്ക് എന്ത് വേണോന്നേ എനിക്കറിയാം, നീ കൂടുതലോട് പറയണ്ടെന്ന് പറയാണ്. സച്ചിയോടും രവിയോടും ഒക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. സച്ചി പറയാണ്, ഞാനേ ഇത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു, ഈ വളകാപ്പിന്റെ കാര്യം എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനെ ചടങ്ങൊക്കെ ഉണ്ടെന്ന്, അത് നടത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും എന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതാ എന്റെ അച്ഛമ്മ, എന്നോട് സ്നേഹമുള്ളത് എന്റെ അച്ഛമ്മയ്ക്ക് മാത്രമാണെന്നും പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. അച്ഛമ്മേ കാശൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാന്, നീ ഒന്നും അറേഞ്ച് ചെയ്യണ്ട, ഈ ചടങ്ങെ ഞാൻ സ്പോൺസർ ചെയ്യാം, എന്റെ രീതിയിലാണ് ഈ ചടങ്ങ് നടത്താൻ പോണത്, അതുകൊണ്ട് ആരും ഒരു തരി കാശ് പോലും തരേണ്ട ആവശ്യമില്ല, ഞാൻ നടത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സാച്ചി നമ്മുടെ ചന്ദ്ര പറയാണ്, ഓ അവക്കൊക്കെ എന്ത് ഭാഗ്യമാണെന്ന് നോക്കിക്കേ, അവളുടെ ആദ്യം കട അടച്ചത് ഈ വീട്ടിലെ മനുഷ്യനാ, അതുപോലെ തന്നെ ഇതാ ഇപ്പൊ അവരുടെ ചടങ്ങ് നടത്താനും അടുത്ത ആള്, ഇനി ആശുപത്രി ചെലവും ഇവർ തന്നെ ആയിരിക്കുമല്ലേ എന്ന് പറയുമ്പം അച്ഛമ്മ പറയാണ്, നിനക്ക് എന്തിന്റെ കേടാ ചന്ദ്രേ, അല്ല നിന്റെ ആദ്യത്തെ പ്രസവം നോക്കിയത് നിന്റെ വീട്ടുകാരായിരുന്നോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് നോക്കിയതേ ഞാനായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാണ്. സാധാരണ എല്ലാ നാട്ടിലും ആദ്യത്തെ പ്രസവം പെണ്ണു വീട്ടുകാരാണ്, പക്ഷെ ഞാനൊന്നും നടത്തിച്ചില്ല, കാരണം എന്താ നിനക്ക് ഓർമ്മയുണ്ടോ, അന്ന് നിന്റെ അച്ഛനും അമ്മയുടെ സാമ്പത്തിക സ്ഥിതി അങ്ങനായിരുന്നു, അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇന്നവരെ ഞാനത് പറഞ്ഞിട്ടുണ്ടോ, ഇപ്പോൾ ആദ്യമായിട്ടാ ഞാനത് പറഞ്ഞത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അത് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ, നിന്റെ അച്ഛനും അമ്മയും അതിനുള്ള ഗതിയില്ലാഞ്ഞിട്ട് നിന്റെ ആദ്യത്തെ പ്രസവത്തിന് ചെലവ് നോക്കിയതും നിന്നെ നോക്കിയതും എല്ലാം ഞാൻ തന്നെയല്ലേ, അത് നീ മറന്നുപോയോ എന്ന് ചോദിക്കാണ്. ചന്ദ്ര അപ്പോ ഒന്നും മിണ്ടാതെ വായും പൂട്ടി നിൽക്കുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, അതുപോലെ തന്നെ ആയിരിക്കും രേവതിയുടെ കാര്യവും, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പം സച്ചി പറയാണ്, അച്ഛമ്മേ അതൊന്നും വിഷമിക്കണ്ട, അതിനുള്ള ചിട്ടിയൊക്കെ ഞാൻ കൂടിയിട്ടുണ്ട്, ഇവള് ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോ തന്നെ അതിനുള്ള ചിട്ടിയൊക്കെ ഞാൻ കൂടിയിട്ടു. ആഹാ നീയാള് കൊള്ളാലാണ് സച്ചി എന്ന് പറയണ്ട രവി. അച്ഛമ്മ പറയുന്നുണ്ട്, പിന്നല്ല അവനൊരു പെണ്ണ് കിട്ടിയപ്പോഴേ അവന് കാര്യബോധവും വിവരമൊക്കെ വന്നു, കണ്ടില്ലേ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എല്ലാം ചെയ്തത്, അവള് ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോ തന്നെ അവനുള്ള ചിട്ടി കൂടി ഇട്ടു, അതുകൊണ്ടെന്നാ ഇപ്പൊ ഈ 7-ാം മാസത്തില് അവന് വേണമെങ്കിൽ ആ ചിട്ടി പിടിച്ച് കാര്യങ്ങൾ നടത്താം. ആ ഇപ്പൊ അച്ഛമ്മ നടത്തല്ലേ അച്ഛമ്മ ഈ പരിപാടി, അതുകൊണ്ട് 9-ാം മാസം പിടിച്ചാ മതി, അവൾക്ക് ആശുപത്രിയിൽ പോകാനും സുഖമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാനുള്ള വകുപ്പ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, അത് തന്നെയാ ശരിയായ നടപടിയും, കാരണം ഈ കുട്ടി നിന്റെതല്ലേ, നിന്റെയും അവളുടെയും കുട്ടിയാ, അത് പിന്നെ പെണ്ണ് വീട്ടുകാർ നോക്കണമെന്ന് പറഞ്ഞതൊക്കെ എവിടുത്തെ ന്യായാ,
അതൊക്കെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെയാ. അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇത് ഈ തറവാട്ടിലെ കുഞ്ഞാ, നിന്റെ കുഞ്ഞാ. അതുകൊണ്ട് ആ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാ എന്ന് സച്ചിയോട് പറയുമ്പോൾ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛമ്മേ. പിന്നെ അവൾക്ക് പ്രസവശേഷം ആവശ്യമുള്ള അവളെ കുളിപ്പിക്കാനും കുഞ്ഞിനെ കുളിപ്പിക്കാനും അവളുടെ കാര്യങ്ങൾ നോക്കാനും ഉള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം, നീയാള് കൊള്ളാലോടാ എന്ന് അച്ഛമ്മ പറയാണ്. പിന്നെ അല്ല, ഞാനേ ഒരു അച്ഛനാവാൻ പോവല്ലേ അച്ഛമ്മ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ സന്തോഷം കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയ്ക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിലോ ഇതൊന്നും പിടിക്കുന്നില്ല. സച്ചിക്കും അതുപോലെ നമ്മുടെ ശ്രുതിക്കും ഒന്നും പിടിക്കുന്നില്ല കേട്ടോ. വർഷയ്ക്കും ശ്രീകാന്തിനെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ വളകാപ്പ് ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ. ആ ദിവസം എത്തുമ്പോഴേക്കും രേവതിയുടെ അമ്മയ്ക്ക് ആകെപ്പാടെ ചങ്കിടിപ്പാണ്. കാരണം വളകാപ്പ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്വർണ്ണമൊക്കെ ഇടുകയൊക്കെ വേണമല്ലോ. അതോർത്ത് മോളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവു ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അക്കൗണ്ടിങ് സെക്ഷനിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലും അത്യാവശ്യം കാശൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ആ ഒരു കാശ് എടുത്ത് നമുക്ക് മേടിക്കാമെന്ന് പറയുമ്പം അമ്മ പറയാണ്, അത് വേണ്ട മോളെ, നീ നിന്റെ കല്യാണ ആവശ്യമായിട്ട് അത് വെച്ചിരിക്കുന്നതല്ലേ, അത് മോള് വെച്ചോന്ന് പറയുമ്പം, സാറില്ലമ്മേ ഇപ്പം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് സ്വർണ്ണത്തുള്ള പൈസ ദേവ് കൊടുക്കുന്നുണ്ട്. ശരത്താണെങ്കിലോ ഈ സമയം പഠിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ അവൻ്റെ കാശൊന്നും ഇല്ല കേട്ടോ. അമ്മയാണെങ്കിലും കുറച്ച് സ്വരുക്കൂട്ടിയൊക്കെ വെച്ചതുകൊണ്ട് ഒരു അരപ്പവന്റെ വളയും കൂടി മേടിക്കാണ്. ഇതും കൊണ്ട് ചെന്നാല് അവരിനി എന്തെങ്കിലും പറയുമോ ആ ചന്ദ്ര? അമ്മയൊന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്കിത് കൊണ്ടുപോകാം. സച്ചിയേട്ടനും പിന്നെ അച്ഛമ്മയുണ്ടല്ലോ അവിടെ, അച്ഛമ്മയോട് നമുക്ക് ആദ്യ കാര്യം പറയാം. അതുകൊണ്ട് അവരൊന്നും മിണ്ടില്ല. ആ സ്ത്രീ പാവാ, പക്ഷെങ്കില് അവർക്ക് വന്ന മരുമകളോ അവരെങ്ങനെ ജീവിച്ചെന്നുള്ള ഓർമ്മയൊന്നും അവർക്കില്ല എന്നും നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഇവര് സാരിയും അതുപോലെ കുറെ പലഹാരങ്ങളും ഫ്രൂട്ട്സും ഈ വളയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ്. അച്ഛമ്മയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടാണ് കേട്ടോ ആ ഒരു പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സച്ചിയാണെങ്കിലും അവൾക്ക് കുറെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിമയും എല്ലാവരും വരുന്നുണ്ട്. മഹിമ വന്നും അവൾക്ക് വളകാപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ വളയിട്ടിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ വന്നിട്ട് ആ ഒരു വള അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. മറ്റേ വളയും നമ്മുടെ ദേവ് ഇടുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, അതെ ഈ ഫംഗ്ഷൻ അങ്ങനെ വരവുള്ള സാധനമൊന്നും ഇടാൻ പറ്റില്ല, ഗോൾഡ് കവറിംഗ് ഒന്നും ഇടാൻ പാടില്ലെന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അയ്യോ ചന്ദ്രേ ഇത് കവറിംഗ് ഒന്നും അല്ല, ഇത് സ്വർണം തന്നെയാ, ദേവ് വിട്ടതും സ്വർണ്ണമാണെന്ന് പറയുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത്രയും കാശെന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയാണ്, അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം നിനക്കുണ്ടോ? അവരുടെ മകൾക്ക് അവർ ചെയ്യുന്നു, അതിങ്ങനെ കണക്കാക്കിയാൽ മതി, നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ സച്ചിയാണെങ്കിലും അവക്ക് ഈ കുഞ്ഞുമാവയുടെയും അമ്മയും കൂടെ നിൽക്കുന്ന സൈസിലൊരു പ്രതിമയാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പരിപാടിയൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ കഴിയാണ്. ഈ സമയത്ത് രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടെ പോകാൻ ഇറങ്ങുമ്പോഴേക്കും സച്ചി പിന്നാലെ പോകുന്നുണ്ട്. അവരുടെ സച്ചിയുടെ കയ്യിൽ ഒരു കെട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു കെട്ട് അവർ അമ്മയെ കൊടുക്കുകയാണ്. എന്താ മോനെ എന്താന്ന് ചോദിക്കുമ്പം, എനിക്കറിയാം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണെന്നും ദേവുവിൻ്റെ കാശ് കൊണ്ടൊക്കെയാണ് അത് വാങ്ങിച്ചതെന്നും അതിനൊന്നും ആവശ്യമില്ലായിരുന്നു, ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിനാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി വെച്ചത്, അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണെന്ന് കരുതരുത്, ദാ ഈ കാശ് കൊണ്ടുപോയിട്ട് ദേവുവിൻ്റെ ആ സമ്പാദ്യത്തിൽ തന്നെ ഇടണമെന്ന് പറയുമ്പം ദേവ് പറയാണ്, അയ്യോ ഏട്ടാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചേച്ചിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമ്മാനമല്ലേ, അത് സാരില്ല മോളെ, ദാ ഈ പണം നീ വെച്ചോ, എന്നിട്ട് പോയിട്ട് നീ ആ എടുത്ത പൈസ തിരിച്ചു വെക്കണമെന്ന് പറയുന്നുണ്ട്. സാറില്ല ഏട്ടാ, അതൊന്നും സാറില്ല, എൻ്റെ അമ്മയുടെയും കൂടെ ശേഖരണമല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട്. ഈ ഒരു പരിപാടി വെച്ചപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല, പക്ഷെങ്കിൽ എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമെന്നും എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമെന്നും എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പൈസ നേരത്തെ റെഡിയാക്കി വെച്ചത്. ഇന്നാ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിടിപ്പിക്കുകയാണ്. മോനെ വേണ്ടെന്ന് പറയുമ്പം, അല്ല എൻ്റെ സ്വന്തം അമ്മയെ പോലെ കണക്കാക്കിയാണ് ഞാൻ അമ്മയ്ക്ക് തരുന്നത്, അതുകൊണ്ട് തന്നെ അമ്മ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് അവൾ രേവതിയുടെ അമ്മയുടെ കയ്യിൽ ആ ഒരു പൈസ കൊടുക്കുന്നത്. അങ്ങനെ അവരോട് തിരികെ പോവാണ്. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് അച്ഛമ്മ പുറകെ നിൽക്കായിരിക്കും. അച്ഛമ്മ അത് പിന്നെ പറയുമ്പം, മോൻ ചെയ്തത് വലിയ നല്ല കാര്യം തന്നെയാ, എന്തായാലും ഏറ്റവും ഈ കാലത്ത് ഇതുപോലെ പയ്യന്മാരെ കിട്ടുക എന്നുള്ളതേ ഏതൊരു പെണ്ണിന്റെ ഭാഗ്യവാ. ഒരുപാട് പഠിപ്പും പത്രാസും ഒന്നുമല്ല വേണ്ടത്, ഇതുപോലെ ശുദ്ധിയുള്ള മനസ്സാ. എത്രയോ പെൺകുട്ടികളെയാ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് ഓർത്തമാര് കൊല്ലുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോനെ ഈ ലോകത്ത് വെച്ച് ഏത് നല്ല മനുഷ്യനാ, രേവതിക്ക് കിട്ടിയ മഹാഭാഗ്യവാ എൻ്റെ മോനെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ കെട്ടിപ്പിടിച്ച് സച്ചിക്ക് ഉമ്മ കൊടുക്കാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ഈ പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ,
എവിടെന്നെങ്കിലും കടം മേടിച്ചതല്ലേ, പൈസ ഞാൻ തരാൻ കേട്ടോ. അതൊന്നും വേണ്ട അച്ഛമ്മേ. രേവതി ഗർഭിണിയായപ്പോ തന്നെ ഇതിനെല്ലാം ഉള്ള കാശ് ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മദ്യപിക്കാറേ ഇല്ല. ആ പൈസ കൂടി ഞാൻ സ്വരുക്കൂട്ടി വെക്കാം. രേവതിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഉള്ള കാശ് ഞാൻ തന്നെ കൊടുക്കും. അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എന്തായാലും അവൾക്ക് അവളുടെ ആഗ്രഹം 3 മാസം അവളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്നാ. അതുകൊണ്ട് അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നല്ല കാര്യം മോനെ. പിന്നെ അച്ഛമ്മയോട് എന്തെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. അച്ഛമ്മയുടെ സമ്പത്തൊക്കെ നിങ്ങൾക്കൂടെ ഉള്ളതല്ലേ. എന്റെ മോൻ ചോദിക്കാൻ മടിക്കണമെന്ന് പറയുമ്പം അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛമ്മേ. അതെല്ലാം എന്റെ അച്ഛമ്മ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ. അത് അച്ഛമ്മയ്ക്ക് തന്നെയാ. ഞാൻ എനിക്ക് വേണ്ടിയുള്ളത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം. അതാ വേണ്ടത്. അല്ലെങ്കിലേ കാശിന് വില അറിയാതെ പോകും എന്റെ ഏട്ടനെ പോലെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധിയെ കളിയാക്കി വരെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. രേവതിക്ക് എന്തായാലും കണ്ണും മനസ്സുമൊക്കെ നിറഞ്ഞിട്ടോ ഒരുപാട് സന്തോഷമായി. അകത്തേക്ക് അച്ഛമ്മയും സച്ചിൻ വരുമ്പം ചന്ദ്ര ചോദിക്കാണ്, അല്ല ഈ 7-ാം മാസം ചടങ്ങ് കഴിയുമ്പം ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ? അങ്ങനെ ചടങ്ങില്ലേ? അച്ഛമ്മ പറയാണ്, അല്ല നിനക്കിപ്പം ഇവളെ വീട്ടിലേക്ക് വിട്ടിട്ട് എന്തെടുക്കാനാ? അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ പറച്ചിലൊക്കെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്കറിയാം. മിണ്ടാതെ അവിടെ നിന്നോ. രേവതിനെ അങ്ങോട്ട് വിടാനേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പ്രസവം കഴിഞ്ഞ് നേരെ അവളുടെ വീട്ടിലേക്ക് പോയിക്കോളും. അതുവരെ അവൾ ഇവിടെ തന്നെ കാണും. ഞാനും എന്ന് അച്ഛമ്മ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രൻ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ചന്ദ്രനാണല്ലോ ആകെ പാടെ പ്ലിങ്ക് അടിച്ച് നിൽക്കാണ്. അച്ഛമ്മയല്ലേ പറഞ്ഞത് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? അമ്മായിമ്മയായി പോയില്ലേ. അതുകൊണ്ട് തന്നെ മിണ്ടാ നമ്മുടെ ചന്ദ്ര അവിടെ പഴം വിഴുങ്ങി നിപ്പുണ്ട്. വർഷയാണെങ്കിലും നമ്മുടെ രേവതിക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാണ്. ഒരു സ്വർണത്തിന്റെ നെക്ലേസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് എന്റെ വക ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കാണ്. ശ്രുതിയാണെങ്കിലോ കുറച്ച് കുപ്പികൾ വാങ്ങിച്ചുകൊണ്ട് ഇടുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയാണ്, എടാ ഇന്നെങ്കിലും നിന്റെ അല്പത്തരം കുറച്ചിടാൻ ചോദിക്കുമ്പം, അല്ല ഇങ്ങനെ ചടങ്ങുണ്ടെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, ഇപ്പോഴറിഞ്ഞെന്ന് പറയുമ്പം ഓ ഭയങ്കര സംഭവമായിപ്പോയെന്ന് സച്ചിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര കോമഡി ആയിട്ടും വളരെ സെന്റിമെന്റലായിട്ടും വളരെ റൊമാൻറ്റിക് ആയിട്ടും ഒക്കെ ആ ഒരു സീൻ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ രേവതിയുടെ ഡെലിവറി വീഡിയോ ഉണ്ട്, ഡെലിവറിയുടെ സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ഇപ്പോഴത്തെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.